യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 2 കൊരിന്ത്യസ് 1 അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥ ഹൃദയത്തോടും വ്യാപരിച്ചു എന്ന മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. ഇത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭാഗികമായി മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾ നിങ്ങളുടെ അഭിമാനവുമാണെന്ന് നിങ്ങൾ സമ്പൂർണ്ണമായി ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ മനസ്സിലാക്കി ഈ വചനത്തോടൊപ്പം നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ തുളച്ച് കയറി നമ്മുടെ ഹൃദയ വിചാരങ്ങളെ എല്ലാം മനസ്സിലാക്കിച്ച് തരുവാൻ കഴിവുള്ളതാണ് ആ വചനം. നമുക്ക് ആ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കാം. ആ വചനം പൗലോസില നമുക്ക് വേണ്ടിയൊക്കെ ഒത്തിരി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ആ വചനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വചനം നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യാം. ഈ വചനം വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനോടൊപ്പം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർത്താവ് നമുക്ക് തരുന്ന നന്മകൾക്ക് നമ്മൾ എന്ത് പ്രതിഫലം കൊടുക്കും? നമ്മൾ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കളായി മാറണം. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന മക്കളായി മാറണം. അപ്പോൾ നമുക്ക് എന്തെല്ലാം നന്മകൾ യേശുവിൽ നിന്ന് കിട്ടുമെന്നറിയാവോ? നമുക്ക് സമാധാനം, സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമീപനം, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നന്മകളും കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ മക്കളാണ്. ആ യേശുവിൻ്റെ മക്കളാണെങ്കിൽ ആ വിശ്വാസത്തോടും അധികാരത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ഈ വചനത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ കർത്താവേ. ഇന്ന് ഈ ദിവസം ഇവർക്കെല്ലാം അങ്ങ് ദാനമായി ഓരോ ദിവസങ്ങളും നൽകുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അവരെല്ലാം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഈ ജനത്തോടൊപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ പിതാവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.